ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇഞ്ചി എങ്ങനെ കേടാവാതെ മാസങ്ങളോളം കിട്ടാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വേനൽക്കാലത്ത് സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഞ്ചി നന്നായി ഉണങ്ങി ചുക്കാവും. ഒരാഴ്ചയൊക്കെ സൂക്ഷിക്കുമ്പോഴേക്ക് ഉണങ്ങി ചുക്കായി വരും. ഇനി മഴക്കാലത്താണെങ്കിലോ ഇതിൻ്റെ വക്ക് അരികുകളിലൊക്കെ ചീയൽ കിട്ടുന്നു, ചീയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഇത് അധികം വാങ്ങി സൂക്ഷിക്കാനും പറ്റില്ല. ഇത് വില കൂടുതലുള്ളത് കൊണ്ട് തന്നെ പല സമയങ്ങളും വില കൂടുതലും കുറയുന്നത് കൊണ്ട് തന്നെ ചിലർ വാങ്ങി കൂടുതലായി സൂക്ഷിക്കും. പക്ഷേ ഇത് ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് കൊണ്ട് വേനൽക്കാലം മഴക്കാലം ഒക്കെ നന്നായി ഇതിനെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ സൂക്ഷിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിനായി ചെയ്യേണ്ട ടിപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഇതിൽ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഒഴിവാക്കണം. അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കാം. തൊലിയൊന്നും പോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് നന്നായി ഒന്ന് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായി ഒന്ന് വൃത്തിയാക്കാം. അതിനുശേഷം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ബൗളോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറോ നിങ്ങൾക്ക് എടുക്കാം. മൂടിയുള്ള കണ്ടെയ്നർ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബൗൾ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ കണ്ടെയ്നർ പ്രത്യേകിച്ച് ഗ്ലാസിൻ്റെ തന്നെ വേണം, ഒരിക്കലും ഫൈബർ പ്ലാസ്റ്റിക് ഇവയൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ ഗ്ലാസിൻ്റെ കണ്ടെയ്നർ എടുക്കാം. മൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. പ്രത്യേകിച്ച് നല്ല ടൈറ്റുള്ള മൂടിയൊക്കെ ഉള്ളതാണെങ്കിലാണ് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു ഗ്ലാസ് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുങ്ങുന്ന വിധത്തിലായിരിക്കണം നമ്മുടെ ഇഞ്ചി. കഴുകി വൃത്തിയാക്കിയ ഈ ഇഞ്ചി ഇതുപോലെ വെള്ളത്തിലിട്ടതിന് ശേഷം നന്നായി ടൈറ്റായിട്ട് മൂടാം. നിങ്ങൾക്ക് ഇനി പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബൗളായാലും മതി. ഇത് നന്നായി ഒരു മൂടി വെച്ച് നിങ്ങൾക്ക് മൂടാം. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ മൂടി കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മൂടി കൊണ്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി കൊടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെക്കുക. ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇഞ്ചി പ്രത്യേകിച്ച് വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മാസങ്ങളോളം കേടാകാതിരിക്കാൻ സാധിക്കും. പ്രത്യേകം പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ മണ്ണ് ചളിയൊക്കെ നിങ്ങൾ പോക്കണം, അല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. കാരണം പെട്ടെന്ന് ചീഞ്ഞ് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഇതുപോലെ വെള്ളത്തിലിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇഞ്ചി നിങ്ങൾക്ക് ദിവസങ്ങളോളം കേടാവാതെ സൂക്ഷിക്കും. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നോ? അപ്പോൾ ഇത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഈ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളയുകയാണെങ്കിൽ നിങ്ങൾ ഈ തൊലി നിങ്ങൾ എടുത്തു വെക്കണം കേട്ടോ. ഈ തൊലി നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഈ തൊലി ഉപയോഗിച്ചു. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ തൊലി മാത്രമായി നിങ്ങൾക്ക് എടുത്തു വെക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ.